ദുനിയാവിൽ നിന്ന് നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നമസ്കരിച്ചു കൊണ്ടിരിക്കലാണ് ഹബീബ് റസൂലുള്ളാഹി. ഒന്ന് അത്തർ പൂശുക അഥവാ സുഗന്ധം പൂശുക, രണ്ട് ഭാര്യമാരുമായി സല്ലപിക്കുക, മൂന്ന് നമസ്കാരത്തിൽ കൺകുളിർമയാകുക ഹബീബ് റസൂലുള്ളാഹി. ഇത് മൂന്നും പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലിയാർ തങ്ങൾ അടുത്തിരിപ്പുണ്ട്. സ്വന്തം മരുമകനാണ്. അലിയോട് ചോദിച്ചു, മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ അലി, അലി നിന്റെ ഈ ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? മൂന്നെണ്ണം പറയാം. ഫഖാല അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു തആല ഉടനെ പറയുകയാണ്, അസ്സൗമു ഫി സൈഫി വ ഇക്റാമുൽ ലൈഫി വല്ലറുബു ബിസൈഫി. വലിയ ഭാഷ കൊണ്ട് കളിക്കുന്ന ആളാണ് ആര്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹം ഉടനെ അടിച്ചിട്ട് 3 അടി. എന്താ പറഞ്ഞത്? അസ്സൗമു ഫി സൈഫി വ ഇക്റാമുൽ ലൈഫി വല്ലറുബു ബിസൈഫി. വളരെ ശക്തമായ ചൂടുള്ള സമയം, ഉഷ്ണ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയെ. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കലാണ്. ചിന്തിച്ചു നോക്ക്, അവരുടെ ഈമാന്റെ കട്ടി എത്രത്തോളം ഉണ്ട്. ചൂടുള്ള സമയത്ത് നോമ്പൊടിക്കുക. അതിഥികളെ സൽക്കരിക്കലാണ്. രണ്ടാമതായി എനിക്ക് അതിഥികളെ സൽക്കരിക്കൽ വല്ലാത്ത പ്രിയമാണ്. ശത്രുവിന്റെ തല വാളുകൊണ്ട് കൊയിലെടുക്കലാണ്. മൂന്നാമതായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നബിയെ എന്ന് അലി റളിയല്ലാഹു അൻഹു. മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം ശത്രുവിന്റെ തല കൊയ്തെടുക്കുക, വാളുകൊണ്ട് വെട്ടുക. ഇത് കേൾക്കുമ്പോ ചിലര് കരുതും ഇസ്ലാം യുദ്ധം എന്ന് പറയുന്നത് ഭയങ്കര കൊതിച്ചടക്കുന്ന ആയോണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. ഒരിക്കലുമല്ല. അലി റളിയല്ലാഹു അൻഹു ആരാണെന്ന് പഠിക്കണം. അലി റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ഒരു ശത്രുവിനെ മലർത്തടിക്കുകയാണ്. അവന്റെ നെഞ്ചിൽ കയറിയിരുന്നുകൊണ്ട് കത്തി കൊണ്ട് അവന്റെ കഴുത്തിൽ കുത്താൻ വേണ്ടി പോയപ്പോ ആ ശത്രു അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പുകയാണ്, കാർക്കിച്ചു തുപ്പുകയാണ്. അലി റളിയല്ലാഹു തആല ഉടനെ തന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് മാറി എഴുന്നേറ്റിട്ട് പറയുകയാണ്, എഴുന്നേറ്റ് പൊയ്ക്കോളുക, എഴുന്നേറ്റ് പൊയ്ക്കോളുക. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വെക്കോ. എന്താ കാരണം? അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് അലിയെ ചെയ്തത്? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മുശ്രിക്കായ വ്യക്തി, കാഫിറായ വ്യക്തി അവൻ എന്റെ മുഖത്ത് തുപ്പിയിട്ടുണ്ട്. ആ തുപ്പിയതിന്റെ കാരണം കൊണ്ട് അല്പം ദേഷ്യം അതിലൂടെ എങ്ങാനും വന്നുകൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ഉച്ചരിക്കാത്തതിന്റെ പേരിലാണ്, ആ കലിമയുടെ പേരിലാണ് യുദ്ധം നടക്കുന്നത്. എന്നെ തുപ്പിയതിന്റെ കാരണം കൊണ്ടെന്നാണ് ആ ദേശത്തിന്റെ പുറത്ത് ആ സഹോദരൻ ഞാൻ കുത്തിക്കഴിഞ്ഞാൽ അത് തൗഹീദിന് വിരുദ്ധമാണെന്ന് പഠിപ്പിക്കുകയാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അത് തൗഹീദിന് വിരുദ്ധമായി പോകും. കാരണം എന്നെ കുത്തുന്ന ഞാൻ അങ്ങോട്ട് എന്നെ തുപ്പിയതിന്റെ ദേഷ്യത്തിലാണ് കുത്തുമ്പോ ചിലപ്പോ ഒരളവ് 1 ഇഞ്ച് എന്റെ മനസ്സിൽ ചിലപ്പോ എന്ത് വന്നിട്ടുണ്ടാകും, എടാ നീ എന്നെ തുപ്പിയല്ലോ എന്ന് പറഞ്ഞ ആ ദേഷ്യത്തിനായിരിക്കും കത്തി അങ്ങോട്ട് ഇറക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് എനിക്ക് കൂലി കിട്ടൂല. ഇത് റബ്ബിന്റെ ഭാഗത്ത് കൂലി കിട്ടാനുള്ള ഏർപ്പാടാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് വെക്കുമെന്ന് പറഞ്ഞു. അയാളിങ്ങനെ അന്തം വിട്ടിരിക്കുക. കാരണം കഴുത്തേലോട്ട് ഇപ്പൊ കത്തി വെക്കുമെന്നുള്ള സ്റ്റൈലിൽ നിന്നതാണ്. ഇവൻ അങ്ങോട്ട് പോവുകയും ചെയ്ത് വേറെ ആൾക്കാർ വെട്ടി അവനെ തീർക്കുകയും ചെയ്തു. അത് ചിന്തിച്ചോണ്ടിരിക്കണ്ട നിങ്ങൾ. ചിലപ്പോൾ ചിലരി അതൊക്കെയായിരിക്കും ചിന്ത, അയ്യോ അവനെ വെറുതെ വിട്ടല്ലോ, അവൻ ഇപ്പോഴെങ്ങാണോ ഉണ്ടോ, ഏത് അവനെ തീർത്ത്. പക്ഷെ എന്താ സംഭവം? അലി റളിയല്ലാഹു അൻഹു ഈമാനാണ്. കാരണം അള്ളാഹുവിന് വേണ്ടിയാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നാമതായി എനിക്ക് ഏറ്റവും ഈ ദുനിയാവിൽ ഇഷ്ടം നല്ല ഉഷ്ണകാലഘട്ടത്തിൽ നോമ്പ് പിടിക്കലാണ്. രണ്ടാമത് ഏറ്റവും ഇഷ്ടം അതിഥികളെ സൽക്കരിക്കലാണ്. മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം വല്ലറുബു ബിസൈഫി വാളുകൊണ്ട് ശത്രുവിന്റെ തല കൊയ്തെടുക്കലാണ്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറയുന്ന അലി റളിയല്ലാഹു അൻഹു. അടുത്ത ആളോട് നബി തങ്ങൾ ചോദിച്ചു, ഉസ്മാനെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേതാ? തൊട്ടടുത്ത ആള് ഉസ്മാൻ, അടുത്ത മരുമോനാണ്. ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇസ്മാഉൽ ജാഇ വഇർവാഉൽ ളമാൻ വൽകസാഉൽ ആരി.
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഉടനെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, എനിക്ക് ഏറ്റവും ഇഷ്ടം 3 കാര്യമാണ്. ഇസ്ബാഉൽ ജാഇ, വല്ലാതെ വിശന്നിരിക്കുന്നതാകുന്ന പാവപ്പെട്ട സഹോദര സഹോദരിമാർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കലാണ് നബിയേ. വിശന്ന് വലഞ്ഞതാകുന്ന വ്യക്തിക്ക് വയറ് നിറച്ച് ആഹാരം നൽകലാണ് നബിയേ. ഇസ്ബാഉൽ ജാഇ, വിശന്നവന് വയറ് നിറച്ചാരം കൊടുക്കുക. ഇസ്ബാ എന്ന് പറഞ്ഞാൽ എന്താണ്? വയറ് നിറപ്പിക്കാതെ. നോമ്പ് തുറപ്പിക്കുമ്പോഴത്തേക്കും നോമ്പ് തുറപ്പിക്കുന്ന ആള് വയറ് നിറപ്പിക്കണം, പ്രത്യേക സുന്നത്താണ്. വയറ് നിറപ്പിക്കണം ആരുടെ? നോമ്പ് തുറക്കാൻ വന്നവന്റെ. പക്ഷെ വന്നവനോ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും വേണം. അല്ലാതെ മറ്റവൻ തുറപ്പിക്കാൻ എന്നാ പിന്നെ വയറ് മുഴുവൻ നിറച്ചിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞ് അവന്റെ നിക്കറുമൊക്കെ ലൂസ് ചെയ്തിട്ട് അങ്ങോട്ട് ഇരുന്ന് കൊടുക്കാൻ പാടില്ല. മറ്റേ ആള് തുറപ്പിക്കുന്നവരുടെ സുന്നത്ത് എന്താണ്? അയാൾ വയറ് നിറപ്പിച്ച് കൊടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി നല്ലപോലെ ഭക്ഷണം വയറ് നിറപ്പിക്കണം. അതൊക്കെ സുന്നത്തായിട്ടില്ല. ആ വാക്കാണ് ഇവിടെ പറഞ്ഞത്. ഇസ്ബാഉൽ ജാഇ, വിശന്നവന് വയറ് നിറച്ച് ആഹാരം കൊടുക്കുക എനിക്ക് വലിയ ഇഷ്ടമാണ്. ആര് പറയാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇന്നതാരാ പറയുന്നത്? അപ്പൊ ഇങ്ങനെ ഇരിക്കരുത് കേട്ടോ, എഴുന്നേപ്പിച്ച് നിർത്തും, പിന്നെ ഇടങ്ങേറാണ്ടി. വളരെ ശ്രദ്ധിച്ചോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഞാനിങ്ങനെ നിർത്തി പറയുന്നത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് തിരിയാനാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് പഠിപ്പിച്ചു പോകുന്നത്. രണ്ടാമത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറയുകയാണ്, ദാഹിച്ച് പരവശനായവന് വയറ് നിറച്ച് വെള്ളം കുടിപ്പിക്കലാണ്. ദാഹിച്ച് പരവശനായവന് നല്ല രീതിയിൽ വയറ് നിറച്ച് വെള്ളം കൊടുക്കുക, അവന്റെ ദാഹം ശമിപ്പിക്കുക. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ആര് പറയുന്നു? സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 20,000 ദിനാർ സ്വർണ്ണ നാണയം വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ സ്ഥലങ്ങളിൽ കിണർ കുത്തി കൊടുത്തിട്ടുണ്ടത്രേ. കിണർ കുത്തി കൊടുത്തു 20,000 ദീനാർ വെച്ചിട്ട്. എന്തിനാ? പാവങ്ങൾക്ക് വെള്ളം ധാരാളം കുടിപ്പിക്കുക. അതാണ് നിയ്യത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ചൂടുള്ള സമയത്ത് ചട്ടഞ്ചാൽ അങ്ങാടിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചാളുകൾ അതിലെ വരുന്നവർക്കൊക്കെ എന്ത് ചെയ്യുക? വെള്ളം കൊടുക്കുക. മുസ്ലിമിന് അമുസ്ലിമിന് എല്ലാവർക്കും കൊടുത്തു. വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ ടാങ്കിൽ വെള്ളം, നല്ല കാശുകാർ എന്ത് ചെയ്യുക? ടാങ്കിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഓരോ വീടുകളിലും കൃത്യമായിട്ട് വെള്ളം എത്തിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ജംഗ്ഷന് വന്നാൽ മതി, എന്നിട്ട് അവിടെ വന്നിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുക. അതൊക്കെ ഭയങ്കര കൂലിയാണ്, വലിയ കൂലിയാണ്. നമ്മൾ അറിയൂല. പണമുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാഹിച്ച് പരവശനായ ഒരു വെള്ളം വയറ് നിറച്ചു കൊടുക്കുക. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ ദുന്യാവിൽ കോടാനുകോടി വസ്തുക്കളുണ്ട്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണെന്ന് ഓർത്തോണം ഈ 3 കാര്യങ്ങൾ. മൂന്നാമത്തത് ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിവസ്ത്രനായിരിക്കുന്നവർക്ക് വസ്ത്രം നൽകലാണ്, വസ്ത്രം നൽകലാണ്. വസ്ത്രമില്ലാത്തതാകുന്ന സഹോദരങ്ങൾക്ക്, സഹോദരിമാരെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വസ്ത്രം ധരിപ്പിക്കലാണ്, പുതുവസ്ത്രം കൊടുക്കലാണ്. മൂന്നാമതായി എനിക്ക് ഏറ്റവും പ്രിയമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 3 പേര് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ ഉമർ? യാ ഉമർ. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കഴിഞ്ഞില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ചോദിച്ചു, ഉമർ ബിൻ ഖത്താബ് തങ്ങളെ നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകരി വൽ ഖിയാമു ബി അംരില്ലാഹ്. അൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് ജനങ്ങളെ കൽപ്പിക്കുക, വന്നഹി അനിൽ മുൻകർ, തിന്മ കൊണ്ട് ജനങ്ങളോട് വിരോധിക്കുക, വൽ ഖിയാമു ബി അംരില്ലാഹി, അല്ലാഹുവിന്റെ കാര്യങ്ങളെ നടപ്പിൽ വരുത്തുക, റബ്ബിന്റെ തീരുമാനങ്ങളെ നടപ്പിൽ വരുത്തുക. ഇത് 3മാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെ നടപ്പിൽ വരുത്തുക, വൽ ഖിയാമു ബി അംരില്ലാഹി, അത് നടപ്പിൽ വരുത്തുക. ഇത് 3 പേരുടെയും ഓരോ വർത്തമാനം കേട്ടു. അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട്, അബൂബക്കറെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അതാണ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു അമൽ. നമ്മൾ കൊണ്ടുവരേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ പോകേണ്ടതും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മാർഗമാണ്.
فقال أبو بكر الصديق رضي الله عنه أبو بكر الصديق رضي الله عنه പറയുകയാണ് يا رسول الله അല്ലാഹുവിന്റെ റസൂലേ النظر إلى وجهك وجمع المال للإنفاق عليك والتوسل بقرابتك അല്ലാഹുവിന്റെ റസൂലേ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തങ്ങളുടെ മുഖത്ത് നോക്കലാണ്. അന്നദറു ഇലാ വജ്ഹിക ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, നബിയേ തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ്. ഹിമവട്ടാതെ കണ്ണ് തുറന്നുകൊണ്ട് തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയേ. തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി വ്യാപകമില്ലാതെ അധ്വാനിക്കലാണ് നബിയേ. പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്താലും തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്നുള്ള നിയ്യത്താണ്. എന്റെ രണ്ടാമത്തെ ഉദ്ദേശം തങ്ങൾക്ക് വേണ്ടി പണിയെടുക്കലാണ്, തങ്ങൾക്ക് വേണ്ടി സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടലാണ്. തീർന്നില്ല തങ്ങളുടെ കുടുംബക്കാരെ സഹായിക്കലുകൊണ്ട് തങ്ങളുടെ പ്രീതി കാംക്ഷിച്ചെടുക്കലാണ്. ഇത് മൂന്ന് മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയേ. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലിതാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, യസറഊന ഫീ വയഹ്സുദൂന ഫീ ദാലികൽ ഖബറിൽ കണ്ട അത്ഭുതമേതെന്നറിയുമോ സാബ? ഖബറിൽ അവർ കൃഷി ഇറക്കുകയാണ്, അതേ ദിവസത്തിൽ തന്നെ അതാ കൊയ്തെടുക്കുകയാണ്. ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, ആരാണ് ജിബ്രീലെ ഈ കൂട്ടരെന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞത്, ഹുമുൽ മുഹാജിറൂൻ അവർ മുഹാജിറുകളാണ് നബിയേ, അവർ അൻസാറുകളാകുന്ന സ്വഹാബത്താണ് നബിയേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലയോ മുഹാജിർ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ ഹിജ്റ പോയ മറ്റൊരു വ്യക്തിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സതീർത്ഥനല്ലയോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ? നമ്മളും പ്രവാചകരെ സ്നേഹിക്കണേ. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സകാത്തുകൾ, നമ്മുടെ ഹജ്ജുകൾ, നമ്മുടെ സുഹൃതങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ എല്ലാം ഹബീബായ നബി തങ്ങളെ കാണാനുള്ളതാണ്, ആ പ്രവാചകരെ ദർശിക്കാനുള്ളതാണ്. ഈ ഭൗതിക ലോകത്ത് കാണാൻ പടച്ചറമ്പ് തൗഫീഖ് നൽകിയില്ല എങ്കിൽ ആഖിറത്തിലെങ്കിലും അല്ലാഹ് ഞങ്ങൾക്ക് ആ ഹബീബിനോടൊപ്പം ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോലും തന്റെ വഫാത്തിന്റെ സമയത്ത് പറയുകയാണ്, ലൈലത്തു അബീ ബക്കർ ഖൈറുൻ മിൻ ഉമരി. ഉമറിന്റെ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് അബൂബക്കറിന് കിട്ടിയതാകുന്ന ഒറ്റ രാത്രിയാണ്. ഏതാണ് ആ രാത്രി സഹോദര? ഏതാണ് ആ രാത്രി സഹോദരി? ഹബീബായ നബി തങ്ങളുടെ കൂടെ കടക്കാൻ സൗഭാഗ്യം ലഭിച്ചതായ രാത്രിയല്ലയോ? സൗറിന്റെ മുഖത്തേക്കെത്തി, സൗർ ഗുഹയുടെ മുന്നിലേക്ക് എത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ലാ തൻസിൽ ഹത്താ ദുഖുല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ തങ്ങളെ കടക്കണ്ട നബിയേ, തങ്ങളെ പ്രവേശിക്കരുത് നബിയേ. ഈ ഗുഹയ്ക്കുള്ളിൽ ഞാൻ കടന്നുകൊള്ളാം, കാരണം ഗുഹയ്ക്കുള്ളിൽ എന്തെങ്കിലും ഹിംസജന്തുക്കളുണ്ടെങ്കിൽ, ഇഴജന്തുക്കളുണ്ടെങ്കിൽ എന്നെ കടിക്കട്ടെ, എന്നെ കൊത്തട്ടെ, അവിടത്തേക്കൊരു ബുദ്ധിമുട്ടും വരരുത് യാ റസൂലല്ലാഹ്. ആ
ഗുഹയ്ക്കുള്ളിലേക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കയറുകയാണ്. തന്റെ തുണി കീറിയിട്ട് മഹാനുഭാവൻ അതിന്റെ മുഴുവൻ ദ്വാരങ്ങളും അടയ്ക്കുകയാണ്. ഒരു ദ്വാരം ബാക്കിയായപ്പോ തന്റെ വലത് കാലിന്റെ തള്ളവരൽ കൊണ്ട് അമർത്തി പിടിക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ മാടി വിളിക്കുകയാണ്, കടക്കൂ നബിയേ, സന്തോഷത്തോടുകൂടി മടിയിൽ കടക്കൂ നബിയേ. ഹബീബായ നബി തങ്ങൾ ഗുഹയ്ക്കുള്ളിൽ കടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ കടക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ശത്രുക്കൾ പുറത്തു വന്ന് നിൽപ്പുണ്ട്. ശത്രുക്കൾ പുറത്തു വന്ന് നോക്കുകയാണ്. അലി റളിയല്ലാഹു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അതാ ഉറങ്ങാതെ കാവൽ നിൽക്കുകയാണ്. എത്ര വലിയ സന്തോഷകരമാകുന്ന രാവാണ്. ഇരുട്ടാണ്, ഇരുട്ടാണ്. ഇരുളിന്റെ മറവിൽ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവൽ തീർത്തുകൊണ്ട് പാതിരാത്രി സമയത്ത് സർവ്വരും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോ ഉറങ്ങാതെ പ്രവാചകർക്ക് വേണ്ടി തന്റെ മടിത്തട്ട് വിരിച്ചു കൊടുക്കാൻ സൗഭാഗ്യം ലഭിച്ചതായ അബൂബക്കറേ, അബൂബക്കറേ, നിങ്ങളല്ലയോ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയാണ്, ഉറങ്ങുകയാണ്. അതാ കാലിൽ വന്ന് സർപ്പം വന്ന് കൊത്തുകയാണ്. ആഞ്ഞാഞ്ഞ് കൊത്തിയിട്ട് പോലും അബൂബക്കർ കാലനക്കുന്നില്ല. തന്റെ കാലിലേക്ക് വിഷം കയറുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. കണ്ണിൽ നിന്ന് ധാരധാരയായി ഇത്തിത്തതാ വീഴുകയാണ്. കണ്ണുനീര് പ്രവാചകന്റെ കവിളിത്തടത്തിലേക്ക് വന്ന് വീണപ്പോ ഞെട്ടിയെഴുന്നേറ്റ പ്രവാചകന് ചോദിക്കുകയാണ്, അലക്കയാ അബൂബക്കർ, അബൂബക്കറെ, അബൂബക്കറെ, നിനക്കെന്ത് പറ്റി അബൂബക്കറെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, വിഷം തീണ്ടിയിട്ടുണ്ട് ഹബീബേ, എന്നാ കാലിൽ കടിച്ചിട്ടുണ്ട് ഹബീബേ. കാലിൽ നോക്കിയപ്പോൾ പ്രവാചകൻ നോക്കിയപ്പോൾ വല്ലാതെ നീലിച്ചിരിക്കുകയാണ്. കാല് വിഷം തീണ്ടിയിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ തന്റെ ഉമിനീര് ആ കാലിലേക്ക് പുരട്ടി കൊടുക്കുകയാണ്. അല്ലാഹ് പരിപൂർണമായി ശമനം വന്നെന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പരമ്പര ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളെ വരെയുള്ള പരമ്പരയിൽ വിഷം അവർ കേൾക്കുകയില്ലത്രേ. എത്ര വലിയ സർപ്പം വന്ന് കുത്തിയാലും എത്ര വലിയ വിഷജന്തുക്കൾ കടിച്ചാലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സന്താന പരമ്പരകൾക്ക് ഖിയാമത്ത് നാളെ വരെ ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് കാലിൽ തൊട്ടതിന്റെ പേരിൽ ഇലാ യൗമിൽ ഖിയാമ വിഷം ഏൽക്കുകയില്ല, വിഷം ഏൽക്കുകയില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുകയാണ്, മരണാസന്നനായി കടക്കുമ്പോൾ പറയുകയാണ്, ലലൈലതു അബീ ബക്കർ ഖൈറും മിൻ ഉമരി ഉമറാ. ഉമറിന്റെ ആയുസ്സിനേക്കാൾ ശ്രേഷ്ഠമുള്ളത് അബൂബക്കറിന്റെ ഒറ്റരാവാണ്, ഒറ്റരാവാണ്, ഒറ്റരാവാണ്. ആരാണ് പറയുന്നത്? മരണാസന്ന കടക്കയിൽ കിടന്നുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളാണ്. പാതിരാത്രി സമയത്ത് ഇതര സമുദായത്തിലെ ആകട്ടെ മുസ്ലിം സമുദായത്തിലെ ആകട്ടെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് വേഷപ്രച്ഛനായി ഇറങ്ങി തിരിച്ചതായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. യൂഫ്രട്ടീസ് നദിക്കരയിൽ ഏതെങ്കിലും ഒരു നായ വിശന്നുകൊണ്ട് കടന്നാൽ ഈ ഉമറിനോട് നാളെ പടച്ചറപ്പിന്റെ ധർമ്മമായി ചോദ്യം ചോദിക്കുമെന്ന് പേടിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് ഉറങ്ങാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, എനിക്ക് കിട്ടിയതാകുന്ന ആയുസ്സിന്റെ അമലിനേക്കാൾ, എന്റെ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് ലൈലത്തു അബീ ബക്കറിൻ, അബൂബക്കറിന് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം കിട്ടിയ ഗാറ് സൗറിൽ കിട്ടിയ രാവാണ്, രാവാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ, അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളെ കാണാൻ വേണ്ടി വന്നു. നബി സുഖമില്ലാതെ കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ കാണാൻ വേണ്ടി വന്നു. നബിയെ കണ്ടിട്ട് തിരിച്ചു പോയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ പനി പിടിച്ച് കിടക്കാൻ നബി, പനി പിടിച്ച് കിടക്കുന്ന നബിയെ കാണാൻ വേണ്ടി വന്നു ആരു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കണ്ടിട്ട് തിരിച്ചു പോയപ്പോഴോ അദ്ദേഹത്തിന് പനി പിടിച്ചു. അദ്ദേഹം പനി പിടിച്ച് കിടപ്പില്ല. مرض الحبيب فزرته فمرضت من أسفي عليه شفي الحبيب فزارني فشفيت من نظري إليه.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായപ്പോൾ ആ പ്രവാചകരെ കാണാൻ വേണ്ടി ഞാൻ ചെന്നു. പ്രവാചകരെ കണ്ട എനിക്ക് പ്രവാചകരുടെ അസുഖം ബാധിക്കുകയാണ്, എനിക്ക് പനി പടരുകയാണ്. വലിയ മഹബ്ബത്തുള്ളവരങ്ങനെയാണ് അല്ലെ? കൊച്ചു കുട്ടികൾ പനിച്ചാൽ ഉമ്മക്ക് വേഗം പനി പിടിക്കൂലേ? കാരണം എന്താ? ഉമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും, ആ സ്നേഹത്തിന്റെയാണ്. ഇനി ഒന്നുമില്ലെങ്കിലും എങ്ങനെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവും. ഇവിടെ വേറൊരു അസുഖം ഉണ്ടല്ലോ, ഇങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ തടിച്ചു പോകുന്നതിന് എന്താ പറയാ? ചിക്കന. തങ്ങൾ സുഖമില്ലാതെ കിടന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ചെന്നു. നബി തങ്ങളെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ, എനിക്ക് പനി പിടിച്ചു. മരിളൽ ഹബീബു ഫസറുതുഹു ഫമരിൽതു മിൻ അസഫി അലൈ ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈ. എനിക്ക് സുഖമില്ലാതെ കിടക്കുന്നത് അറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്നെ കാണാൻ വേണ്ടി വന്നു. അടുത്ത സെക്ഷനാണ്. അങ്ങനെ എന്നെ കണ്ടപ്പോ നബിതങ്ങളെ ഞാനൊന്ന് നോക്കിയപ്പോ ഫശുഫീതു മിൻ നളരി ഇലൈ, നബിതങ്ങളിലേക്കൊന്ന് നോക്കിയപ്പോ തന്നെ എന്റെ അസുഖം പോയി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാ സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ ഭാഷയാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അന്നളുറു ഇലാ വജ്ഹിക, തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹാബത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? മുഹാജിറുകളും അൻസാരികളുമാകുന്ന സഹാബത്തിന്റെ പ്രവർത്തനം എന്താ? ചിന്തിച്ചു നോക്ക്. അവര് ഖബറിനുള്ളിൽ കൃഷി ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു എന്ന് പറയുന്നത് വെറുതെയല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ അദ്ദേഹത്തെ രേഖപ്പെടുത്തിയത് മുത്തബിഉസ് സുന്ന എന്നാണ്. പ്രവാചകരുടെ തിരുസുന്നത്തുകളെ മുറുകെ പിടിച്ച ഒരേ ഒരു വ്യക്തിത്വം, ഏറ്റവും കൂടുതൽ സുന്നത്തുകൾ പിൻപറ്റിയ വ്യക്തി ആര്? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാൻ, ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുകയാണ്. ഇലാ ബൈതി, എന്റെ വീട്ടിലേക്ക് കടന്നു വരുകയാണ്. ഹബീബായ നബി തങ്ങൾ എന്റെ ഉപ്പയെ കാണാൻ, എന്റെ ഉപ്പയാകുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ എന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഹബീബായ നബി തങ്ങൾ ഫജലസ തഹത ഷജറത്തിൻ, ഒരു വൃക്ഷത്തിന് തണൽ പറ്റിക്കൊണ്ട് പ്രവാചകൻ ഇരിക്കുകയാണ്. സഹാബത്ത് എങ്ങനെയാണ് ഖബറിനുള്ളിൽ ഇത്ര അത്ഭുതം കാണിച്ചത്? ആ സഹാബത്തിന്റെ പ്രവർത്തനം എന്താണ്? ഇതാ പഠിക്ക്. റബീഉൽ അവ്വലിനോട് ബന്ധിച്ചതായതുകൊണ്ടാ 2-3 ചരിത്രങ്ങൾ നബിയുടെ മഹബത്ത് വെച്ച് പറയുന്നു. നല്ലതുപോലെ ശ്രദ്ധിക്ക്. ഇവിടെ ശ്രദ്ധിക്ക്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഉപ്പയെ കാണാൻ എന്റെ വീട്ടിൽ വന്നപ്പോ ഫജലസ തഹത ഷജറത്തിൻ, ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നബിതങ്ങൾ തണൽ കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർത്തമാനം പറഞ്ഞ് സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി. ഫകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമായിരുന്നു യസുബ്ബുൽ മാ അലൈഹാ ലിഅല്ലാ തൈബസാ. മരണം വരെയും ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും ആ വൃക്ഷത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. എന്തിനെന്നറിയുമോ? ലിഅല്ലാ തൈബസാ, എന്റെ ഹബീബ് അല്പനേരം വിശ്രമിച്ചതായ തണലുകൊണ്ട മരമാണ്. ഈ മരം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഒരിക്കലും ഉണങ്ങാൻ പാടില്ല, ഒരിക്കലും ഇത് കരിയാൻ പാടില്ല. ഉണങ്ങാതിരിക്കാൻ, കരിയാതിരിക്കാൻ വേണ്ടി ഡെയിലി വെള്ളം ഒഴിക്കും. ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ജനങ്ങൾ പറയുമായിരുന്നു ഇബ്നു ഉമർ സുഖമില്ല എന്ന് പറയാൻ. കാരണം എന്താ? യാത്ര ഒന്നും പോകുന്നില്ല. ഒരു യാത്രയൊക്കെ മതിയാക്കിയിട്ട് ഇവിടെ തന്നെ കൂടിയിരിക്കും. എന്താ കാര്യം? ഒരു ദിവസം ഇവിടുന്ന് പോയാൽ ഈ വൃക്ഷം കാണാൻ, അതിന്റെ ഒരു ഇല കാണാൻ കരിഞ്ഞു പോയെങ്കിലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തണല് കൊണ്ടതാകുന്ന മരത്തിന് വെള്ളം ഒഴിക്കാൻ മരണം വരെയും അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വകാന യസാഫറ ഫീ മകാൻ, ഒരു സ്ഥലത്തൂടി അദ്ദേഹം യാത്ര പോയി കഴിഞ്ഞാൽ ദവറനഖതഹു, തന്റെ ഒട്ടകത്തെ ദൗറ ചെയ്യുമായിരുന്നു. ഒട്ടകത്തെ ഇങ്ങനെ റൗണ്ട് അടിക്കും. അവിടെ ഒരു സ്ഥലത്തൂടി പോകുമ്പോൾ അദ്ദേഹം ഒട്ടകത്തെ ഇങ്ങനെ റൗണ്ട് ചുറ്റും. നമ്മുടെ ഇപ്പൊ കാസർഗോഡ് ടൗണിൽ ചെന്ന് അവിടെ ഉണ്ട് റൗണ്ടാന, ചേർക്കള അങ്ങാടിയിലും ഉണ്ട് റൗണ്ടാന.
ഇങ്ങനെ റൗണ്ടാന ഒന്നും ഇല്ല ഇവിടെ. പിന്നെന്താ ഇവിടെ ഇങ്ങനെ റൗണ്ടാന അടിക്കുന്നത്? സ്വഹാബത്ത് ചോദിച്ചു, ഇവിടെ എന്തിനാ നിങ്ങൾ അടിച്ചത്? ഇവിടെ ഇപ്പൊ റൗണ്ടാന അടിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. ഇങ്ങനെ നേരെ പോകുന്ന വഴിയാ. നേരെ പോയിട്ട് മൂപ്പര് അവിടെ എത്തിയപ്പോ എന്ത് ചെയ്ത്? ഒന്ന് റൗണ്ട് ചെയ്ത്, ഒട്ടകത്തെ റൗണ്ട് ചെയ്ത്. അപ്പൊ ആൾക്കാർ ചോദിച്ചു, എന്താ പറ്റി, സുഖമില്ലേ, നീ എന്താ ഇവിടെ ഇപ്പൊ റൗണ്ട് ചെയ്തത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലിയ സഹാബിയാണ്, അദ്ദേഹം പറയുകയാണ്, സാഫറതു മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഞാൻ യാത്ര ചെയ്തപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദവറനാഖതഹു, ഹബീബായ നബി തങ്ങൾ ഇവിടെ എത്തിയപ്പോ നബി തങ്ങൾ തന്റെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഫലിദാലിക ഫാരു ഹകദാ, അതുകൊണ്ടാണ് ഞാനും അപ്രകാരം ചെയ്യുന്നത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഹബീബായ നബി തങ്ങൾ എന്തിനാണ് ചെയ്തത് എനിക്കത് അറിയില്ല. ഹബീബായ നബി തങ്ങൾ ചെയ്തല്ലോ, നബി തങ്ങൾ ചെയ്തില്ലയോ, അത് മാത്രമാണ് എനിക്ക് ചിന്തയുള്ളത്. ഹബീബായ നബി തങ്ങൾ ചെയ്തതിന് പ്രകാരം ചെയ്യുക മാത്രമാണ് എന്റെ ലക്ഷ്യം. സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. നബിതങ്ങൾ എന്ത് ചെയ്തോ അത് തന്നെ ചെയ്യാം. തലയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞവർ വരെ പിന്നീട് എഴുതി വെച്ചു, ഇദ്ദേഹം ആരാണ്? മുത്തബിഉ സുന്നയാണ്, നബിയുടെ ചര്യകളെ പരിപൂർണമായി പിൻപറ്റിയ വ്യക്തി ഒരാളെ ഉള്ളൂ. ആരാണ്? സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ പാത പിന്തുടരാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവരൊക്കെയാണ് മുഹാജിറുകളും അൻസാരികളും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവരെ എവിടെ കണ്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിനുള്ളിൽ കൃഷി ചെയ്യുന്നതായിട്ട് കണ്ടു. കൃഷി ചെയ്യുന്ന വിത്തിറക്കുന്നു, അതേ ദിവസം തന്നെ കൊയ്തെടുക്കുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ കൂട്ടർ അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ കണ്ട മറ്റൊരു അനുഭവം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സമയമുണ്ടല്ലോ അല്ലേ, ഇതും കൂടെ പറയാല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, റഅയ്തു ഖൗമാ, ഒരു സമൂഹത്തെ ഞാൻ കാണുകയാണ്, ഖബറിൽ ഒരു സമൂഹത്തെ ഞാൻ കാണുകയാണ്, തുഖറു ശഫാഹു ബിമഖാരിദ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ചൂടുള്ള കത്രിക കൊണ്ട് പഴിപ്പിച്ചതാകുന്ന കത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകളെ വലിച്ചു നീട്ടിയിട്ട് സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവരുടെ ചുണ്ടുകളെ മുറിച്ചു കളയുന്നതായിട്ട്, ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയെന്ന് ഹബീബായ റസൂലുള്ളാഹി. തുഖറു ശഫാഹു ബിമഖാരിദ മിൻ ഹദീദ്, ഇരുമ്പിനാൽ വെച്ചുകൊണ്ട് ഇരുമ്പിൻ്റെതാകുന്ന കത്രിക അത് നരകത്തിലിട്ടുകൊണ്ട് പഴിപ്പിച്ച് ചൂടുവരുത്തിയിട്ട് ശിക്ഷയുടെ മലക്കുകൾ കൊണ്ടുവന്ന ഖബറിൽ വെച്ച് അവരുടെ നാവിനെയും അവരുടെ വായെയും ചുണ്ടിനെയും വലിച്ചുകൊണ്ട് കത്രിക കൊണ്ട് മുറിക്കുമത്രേ. കുല്ലമാ ഖുരിദത് ആദത് ഇലാ മാ കാനത്, എത്ര പ്രാവശ്യം അവരെ മുറിക്കുന്നു, ഓരോ പ്രാവശ്യവും മുറിച്ചതിന് ശേഷം വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറ്റുമത്രേ. ഒരു പ്രാവശ്യം മുറിച്ചിട്ട് അവരുടെ രോമം പിന്നീട് പല കോലത്തിലേക്ക് തന്നെ അവർക്ക് ആത്മാവിട്ട് പഴയ കോലത്തിൽ തന്നെ ചുണ്ടു കൊടുത്തു. വീണ്ടും അവരുടെ ചുണ്ട് വലിച്ചു വെട്ടിയിട്ട് മുറിക്കാം. ഖബറിൽ ഇങ്ങനെ കാണാൻ. ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു പോയി, മൻ ഹൗലായി, ആരാണ് ഈ കൂട്ടരെന്ന് ചോദിച്ചപ്പോ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം, ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറയുകയാണ്, ഹും ഖുതബാഉൽ ഫിതനി, ഇവർ ഫിത്ന പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്, ഫലായും ഫസാദും പറയുന്നവരാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അശ്ലീലമാക്കപ്പെട്ടതാകുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പള്ളിയുടെ വരാന്തയിൽ കൊണ്ട് ആലിമീങ്ങളെ കുറിച്ച്, മുത്തല്ലിമീങ്ങളെ കുറിച്ച്, ഉലമാക്കളെ കുറിച്ച് മോശത്തരം പറയുന്നവരാണ്. നാട്ടിലുള്ള സഹോദരങ്ങളെ കുറിച്ച്, നാട്ടിലുള്ള സഹോദരിമാരെ കുറിച്ച് ഫലായും ഫസാദ് പറയുന്നവരാണ്. ഇവർ ഫിത്ന പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് നബിയെ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് ഹബീബായ റസൂലുള്ളാഹി. നാവിനെ ശ്രദ്ധിക്കണേ സഹോദര, നാവിനെ ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യനെ കടന്നു വരുകയാണ്. ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, അവസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ
റസൂലേ, എന്നെ ഒന്ന് ഉപദേശിക്കണേ നബിയേ, എനിക്ക് മാർഗനിർദ്ദേശനം നൽകണം നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയെ ഉപദേശിക്കുകയാണ്. ആഖിദം ബിലിസാനിഹി ബിയദിൽ യുസ്റാ, തന്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് പറയുകയാണ്, കുഫ്ഫൻക ഹാദാ, ഈ നാവിനെ അനാവശ്യങ്ങളെ തൊട്ട് സംരക്ഷിക്കണേ, അനാവശ്യമായ കാര്യങ്ങളെ തൊട്ട് ഈ നാവിനെ നീ കാത്ത് സംരക്ഷിക്കണേ. ഹബീബായ നബി തങ്ങൾ കൊടുക്കുന്ന ഉപദേശമാണ്, എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞപ്പോ പ്രവാചകർ കൊടുത്ത ഒരേ ഒരു ഉപദേശം, നിന്റെ നാവിനെ ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാവ് ശ്രദ്ധിക്കണം, നാവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ മരണ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മരിച്ചു കിടക്കുകയാണ്, സ്വഹാബി വര്യനാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും അവിടെ എത്തിയപ്പോ മറ്റൊരു സ്വഹാബി നബിയോട് പറയുകയാണ്, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്, നബിയേ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം നബിയേ. തങ്ങള് സ്വർഗം കൊണ്ട് ധാരാളം സ്വഹാബത്തിനെ സന്തോഷ വാർത്ത അറിയിച്ചതല്ലേ, ഇദ്ദേഹത്തെ ഒന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു അത്രേ, ലാ ഇല്ല സാബാ ഇല്ല സാബാ, ഞാൻ ഇദ്ദേഹത്തെ സ്വർഗം കൊണ്ടോ നരകം കൊണ്ടോ ഒന്നുകൊണ്ടും പറയാൻ ഞാനില്ല. എന്തേ കാരണമെന്നറിയുമോ, ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അനാവശ്യമാകുന്ന വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവാം, അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ ഞാനില്ല സയ്യിദുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണം, നാവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? ഖബറിനുള്ളിൽ ഞാൻ ചില ആളുകളെ കണ്ടു, അവരുടെ ചുണ്ടുകളെ കീറി മുറിക്കുന്നതായിട്ട് കത്രി കൊണ്ട്, ചൂടുള്ള കത്രി കൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറയ് ആമീൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, അല്ലയോ സ്വഹാബാ, ഇദ്ദേഹം സ്വർഗ്ഗത്തിലാണെന്ന് പറയാൻ ഞാനില്ല. എന്തേ കാരണം? ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്കറിയില്ല സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ എന്നെ കിട്ടൂല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയാം, ഇവിടെ ശ്രദ്ധിക്കുക. ഹദീസാണ് ഓതി പറയുന്നത്, നല്ലതുപോലെ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മറർതു ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോയപ്പോ ആ സമൂഹത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തഖല്ലലു, നിങ്ങളൊന്ന് പല്ലുകുത്തണേ, പല്ലുകുത്തണേ, നിങ്ങളൊന്ന് പല്ലുകുത്തണേ സയ്യിദുനാ റസൂലുള്ളാഹി. പല്ലുകുത്താൻ എപ്പോഴാ പറയാ? നല്ല മട്ടനും ബീഫും ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിലാണ് അവരോട് എന്ത് പറയുന്നത്, പല്ലുകുത്താൻ പറയാം അല്ലേ? ഭക്ഷണം കഴിച്ചിട്ടില്ല എല്ലാവരും? ഭക്ഷണം കഴിക്കാത്തവരൊന്ന് കൈ ഉയർത്തിക്കോ, നോക്കട്ടെ ആരാ ഉള്ളത്. നിങ്ങൾ കഴിച്ചില്ല? ഇവിടെ ശ്രദ്ധിക്കുക, ആരാ ഉള്ളത്? ഭക്ഷണം കഴിക്കാത്തവരുണ്ട് ഈ കൂട്ടത്തിൽ? ഉണ്ട്. അല്ലാഹു, കൊച്ചു കുട്ടികളൊക്കെ ധാരാളം. അപ്പൊ വേഗം നിർത്തണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിനാണത് ചോദിച്ചത്. കുട്ടികളൊക്കെ വിശന്നിരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവള് 2 മണിക്കൂറായി, കണ്ടില്ലേ? 10:30 സമയം പോയത് അറിഞ്ഞില്ല. 2 മണിക്കൂർ കഴിഞ്ഞു. 8:30 തുടങ്ങിയത്. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ.
താങ്കൾ വരട്ടെ. ഞാൻ വളരെ ഇന്നിപ്പോൾ യാത്ര പോകണം. ഇന്ന് സത്യം പറഞ്ഞ് വാത് കട്ടാക്കിയിട്ട് പോകണമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഇവിടെ ഇവർ 3 മാസം മുമ്പ് പബ്ലിസിറ്റി ഒക്കെ ചെയ്ത് ഇവർ ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ നമ്മളിവിടെ വരാതിരിക്കുന്നത് ശരിയാണ്. ഇന്ന് ഒമാനിലേക്ക് പോകേണ്ടതാണ്. ഇന്ന് ടിക്കറ്റ് എടുത്താൽ ഞാൻ ആ ടിക്കറ്റ് രാവിലത്തേക്കാക്കി. ഇപ്പോൾ രാവിലെ ഇന്നിപ്പോൾ വാത് കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് പോകണം, ഒമാനിലേക്ക് പോകണം. മംഗലാപുരത്ത് നിന്ന് ഫ്ലൈറ്റ് കറക്റ്റ് ചെയ്തിരിക്കുക. 3 ദിവസം ഇനി നാളെ ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് സലാലയിലാണ്. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ. സലാല വളരെ പുണ്യഭൂമിയാണ്. കേരളം പോലെ തന്നെയാണ്. കേരളം പോലെ തന്നെ തെങ്ങും സംഭവങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മക്കാം അവിടെയാണ്. അവിടെ പോയി ഇൻഷാ അല്ലാഹ് സിയാറത്ത് ചെയ്യും. അള്ളാഹുരുടെ ഒക്കെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞ് നാളത്തെ വാദം കഴിഞ്ഞ് മറ്റന്നാൾ തിരിച്ച് മസ്കറ്റിൽ വന്ന് മസ്കറ്റിൽ വാദം കഴിഞ്ഞ് പിറ്റേന്ന് നേരെ കോട്ടക്കൽ വന്നു, അവിടെ വാദം നടത്തി. കണ്ണൂർ വന്ന് പിന്നെ പുത്തൂർ വന്ന് വാദം നടത്തി. അത് കഴിഞ്ഞ് പിന്നീട് പരയങ്ങാനം, ബേക്കൽ പരയങ്ങാനം അടുത്ത ബുധനാഴ്ച. ഇന്ന് ബുധനല്ലേ? അപ്പൊ അടുത്ത ബുധന് ബേക്കൽ പരയങ്ങാനം. കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനുശേഷമാണ് വീട്ടിലോട്ട് പോവുക, നാട്ടിലൂടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയതാണ്, ബാഗ് തൂക്കി പിടിച്ചു. 1-2 ബാഗ് ഉണ്ടായി. ഇതെല്ലാമായിട്ട് ഇങ്ങനെ നടക്കുക, ഊരി വെച്ച്. നിങ്ങളെന്താ കരുതുക? ഉസ്താദ്മാർക്ക് നല്ല സുഖമല്ലേ, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയെന്ന് കരുതി. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമുണ്ട് പോകാൻ. കുറെ സാലിഹ്യങ്ങൾ പാവങ്ങളുണ്ട്, ഉസ്താദ്മാരെ ഖിദ്മത്ത് എടുക്കാനും ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ റാഹത്തായിട്ട് പോകാൻ. അല്ലെങ്കിൽ എന്താ പാട്? ഓരോ ദിവസവും ഓരോ വീട്ടുകാർ ഉസ്താദ് പോകുന്നേക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് ഇന്നിപ്പം അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരൻ ചൊട്ടഞ്ചാലുള്ള. അതുപോലെ ഇന്നിപ്പോൾ വൈകിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ റാഹത്തായിട്ട് സഹോദരൻ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? വീട്ടുകാർ ഖാലിദ്. അത് തന്നെ, ഖാലിദ് സഹോദരൻ. അതുപോലെ ഇന്നലെ മിനിയാൻ നോക്കും ഉസ്താദ്മാർക്ക് സൗകര്യം ഏർപ്പെടുത്തിയ അഷറഫ്. ഇങ്ങനെ ഒരുപാട് സാലിഹ്യങ്ങൾ ഉള്ളതുകൊണ്ട് റാഹത്തായിട്ട് ദീനി ദേവത്ത് നടക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓടുകയാണ്. അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ്സ് അല്ലാഹു നസീബാക്കട്ടെ. അതുകൊണ്ട് ഇത് വേഗം കഴിച്ചാൽ വേഗം പോവാന്നുള്ള നിയത്തിലാണ് നമ്മളിരിക്കുന്നത്. ഇന്നത്തെ കൂടെ കഴിഞ്ഞിട്ട് വേഗം പോവാ. ഇവിടെ ശ്രദ്ധിക്കുക, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, നമ്മൾ അല്ലാഹു കബൂലാക്കട്ടെ. 1-2 ഹദീസ് കൂടി, അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഏകദേശം 600 കിലോമീറ്റർ ദൂരത്തുനിന്ന് വന്നതാണ്. അപ്പൊ ഇത്രയും ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്കൊരു അറിവ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ? അതുകൊണ്ടാണ് നമ്മൾ ആയത്തും ഹദീസും വെച്ച് തന്നെ ഇങ്ങനെ പോകുന്നത്. പാട്ടുപാടി കോമഡി പറഞ്ഞൊന്നും സമയം കളയില്ലല്ലോ. ഖുർആനും ഹദീസും വെച്ചിട്ട് ശ്രദ്ധിക്കുക. അല്ലാഹു ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. ഇതിന്റെ പ്രവർത്തകർ ഹയാത്തുൽ ഇസ്ലാം സംഘം ഒരുപാട് നല്ല നിയ്യത്തുകളുണ്ട്. പാവങ്ങളെ സഹായിക്കുക, നിരാലംബർക്ക് അവലംബമാകുക, നിരാശ്രയത്തിന് ആശ്രയത്വം കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അവരെല്ലാം കബൂലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അവർക്ക് സാമ്പത്തികപരമായി, ശാരീരികമായി, മാനസികമായി പിന്തുണ വെക്കുന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് നേതൃത്വം നൽകുന്ന മഹല്ലിന്റെ ഖാദിയർ ബഹുമാന്യരായ ഹസനി ഉസ്താദ് അടക്കമുള്ള മുഴുവൻ ആലിമീങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൂട്ടം സമൂഹത്തിന്റെ അരികിലൂടെ നബിതങ്ങൾ പോയപ്പോൾ നബിതങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് പല്ല് കുത്തണം കേട്ടോ, പല്ല് കുത്തുക, പല്ല് കുത്ത്. സയ്യിദുനാ റസൂലുള്ളാഹി തഖല്ലലു ഫഖാലൂ മാ തഅബ്ന ലൗമ തആമാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് മാ തഅബ്ന ലൗമ തആമാ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളൊന്നും തന്നെ കഴിച്ചിട്ടില്ല നബിയേ, ഞങ്ങളൊന്നും തന്നെ ഭുജിച്ചിട്ടില്ല നബിയേ, പിന്നെങ്ങനെയാണ് പല്ല് കുത്തുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നി ലഅറാ ലഹ്മ ഫുലാനി ബൈന സനായാകും. ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനാ പറഞ്ഞില്ലയോ, ഫസാദ് പറഞ്ഞില്ലയോ, ഗീബത്ത് പറഞ്ഞില്ലയോ, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ മോശത്തരം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സാബാ. അതാണ് നിങ്ങളോട് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളുടെ പല്ലു കുത്താൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാലിന്റെ മനുഷ്യനെ കുറിച്ച് ഫനായി മസാദും പറഞ്ഞതിന്റെ പേരിൽ പച്ചമാംസം പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട്, അത് കുത്തിക്കളയാനാണ് പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാതെ പൊറോട്ടയും ബീഫും കഴിച്ച കഥയല്ല ഈ പറയുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി. വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും എന്ത് വേണം? ഇരിക്കിരി വേണം, കുത്തിക്കൊണ്ടിരിക്കാനും നേരം ഉണ്ടാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാരണം എന്താ? എപ്പോ ഒരു 10 മിനിറ്റ് കിട്ടിയാൽ മതി, അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും.
നമ്മുടെ അമൽ ഇങ്ങനെ പൊളിയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്നാമത് അമലില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല. പിന്നെ ആകെ കൂടി ഉള്ളത് എന്തെങ്കിലും ഒരു 5 വക്കത്ത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ബാക്കി കൊണ്ട് നിസ്കരിച്ചെങ്കിൽ അതെങ്കിലും ഉണ്ട്. അതുപോലെ നമ്മൾ കളഞ്ഞു കുടിക്കും. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഈ വർത്തമാനം, റോഡിൽ ഇറങ്ങിയിട്ടുള്ള ഈ വർത്തമാനം, ഏതെങ്കിലും ഒരു പോസ്റ്റ് മറിച്ചിട്ട് അതിന്റെ മുകളിൽ കരുന്നിട്ടുള്ള ഈ വർത്തമാനം, സഹോദരിമാര് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അല്ലെങ്കിൽ മഗ്‌രിബിന് തൊട്ട് മുമ്പ് തൊട്ട അയൽവക്കത്തെ വീട്ടിലെ മതിലിന്റെ വക്കത്ത് വന്നിരുന്നുകൊണ്ടുള്ള ഈ വർത്തമാനം, ഇതൊക്കെ നമ്മുടെ അമൽ പൊളിക്കുന്നതാണ്. വളരെ ശ്രദ്ധിക്കണം. അന്യരെ കുറിച്ച് പറയുമ്പോഴേ പ്രശ്നമുള്ളൂ, അല്ലാതെ വീട്ടിലെ വിശേഷം ചോദിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്. അയൽവക്ക ബന്ധം വേണ്ടെന്നല്ല ഈ പറയുന്നത്, വേണം. പക്ഷെ അത് ദീനിയായ രീതിയിൽ കൊണ്ടുവരണം. അല്ലാതെ അവളങ്ങനെയാണ് കേട്ടോ, അവൾ ഇങ്ങനെയാണ്, മറ്റവളും അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകർ പറയുകയാണ്, ലൈലത്തുൻ നസ്രിയ ബില സമാ, കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിൽ എന്നെ ആകാശരോഹണം നടത്തിയതാകുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. ഇത് നരകത്തിൽ കണ്ടതാണ് നബിതങ്ങൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞത് ഖബറിൽ കണ്ട കാര്യം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഅയ്തു ഫീഹാ ഇംറഅതാ മുഅല്ലഖതൻ ലിസാനഹാ ഇലൽ ഉസ്വാനതി മിനൻ നാർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, കത്തിജ്വലിക്കുന്നതാകുന്ന നരകത്തിലെ തൂണിനോട് ഒരു പെണ്ണിൻ്റെതാകുന്ന നാവിനെ വലിച്ചു നീട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സാബാ ഫഖുൽതു മൻ ഹുന്ന യാ ജിബ്രീൽ, മൻ ഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ, നാവിന് നീളമുള്ള പെണ്ണാണ് നബിയേ. അഥവാ ദുനിയാവിൽ സ്വന്തം ഭർത്താവിനെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, അയൽവാസികളെ കുറിച്ച്, ബന്ധുമിത്രാദികളെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച് ഫനായും ഫസാദും പറയുന്നവളാണ് നബിയേ. മോശത്തരം പറഞ്ഞ് നടക്കുന്നവളാണ് നബിയേ. ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തബീനത്തുൽ ലിസാൻ, നരകീയ ശിക്ഷയായി നരകത്തിലെ തൂണിനോട് നാവിനെ വലിച്ചു നീട്ടി കെട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് ദുനിയാവിൽ മോശത്തരം പറയുന്ന പെണ്ണാ. അവൾ ഭർത്താവിനെ കുറിച്ചാകട്ടെ, ഉപ്പയെ കുറിച്ചാകട്ടെ, ഭർത്താവിന്റെ ഉമ്മയെ കുറിച്ചാകട്ടെ, സഹോദരങ്ങളെ കുറിച്ചാകട്ടെ, നാട്ടുകാരെ കുറിച്ചാകട്ടെ, വീട്ടുകാരെ കുറിച്ചാകട്ടെ, ആരെ കുറിച്ച് മോശത്തരം പറഞ്ഞാലും നിന്റെ നാവ് നാളെ മഹ്ശറയിലല്ല, അല്ലാഹുവിന്റെ കോടതി കഴിഞ്ഞ് നരകീയ ശിക്ഷയിലേക്ക് നിന്നെ കൊണ്ടുവരുമ്പോ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിന്റെ തൂണിനോട് നിന്നെ നാവ് വലിച്ചു നീട്ടി കെട്ടപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്ത് ശ്രദ്ധിക്കണം? നാവ് ശ്രദ്ധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ അത്ഭുതം ഏതെന്നറിയുമോ? മറർനാ ബിഖൗമിൻ, ആറടി മണ്ണിന്റെ ഇരുട്ടറയിലുള്ളതാകുന്ന സംഭവമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സാദിഖുൽ മസ്ദൂഖല്ലയോ ഹബീബങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സത്യം മാത്രം ലോകത്തിന് വിളംബരം ചെയ്ത വ്യക്തിത്വമല്ലയോ? അഷ്റഫുൽ ഖൽഖായ നബി തങ്ങൾ പറയുകയാ, മറർനാ ഒരു കൂട്ടം ആളുകളെ ഞാൻ കാണുകയാണ്. അവരെങ്ങനെയുള്ളതെന്നറിയുമോ? ബൈന അയാദീഹിം ലഹമുൻ നദീജ് വലഹമുൻ ആഖറു ഖബീസ്. സഹാബാ അവര് ഖബറിലതാ മോശപ്പെട്ടതാകുന്ന മാംസവും സുഭിക്ഷമായ നല്ല വേവിച്ച ആഹാരവും അവരുടെ മുന്നിൽ 2 പ്ലേറ്റ് മുഖേന വെച്ചിരിക്കുകയാണ്. ബൈന അയാദീഹിം ലഹ്മുൻ നദീജ് വആഖറു ലഹ്മുൻ ഖബീസ്. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു പ്ലേറ്റ് നിറച്ച് നല്ല ബീഫ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഭവം അതുകൊണ്ട് ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുക. ഒരു പ്ലേറ്റ് നിറച്ച് മോശപ്പെട്ട മാംസം കൊണ്ട് വെച്ചിരിക്കുക. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ ദുർഗന്ധമുള്ള മാംസം.
ഒരു പ്ലേറ്റോ നല്ല മണം. ചില ബസ്സിലൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും കടയിൽ നിന്ന് ഇങ്ങനെ അടിക്കുന്ന മണം കഴിഞ്ഞാൽ ഒന്നും അവിടെ നിന്ന് ചവിട്ടാൻ തോന്നും അല്ലേ? ഒന്ന് ഇറങ്ങിയിട്ട് 2 ഒറോട്ടി കടിച്ചുകൊണ്ട് പോയാൽ 2 പത്തിരി അടിച്ച് 2 പത്തലടിച്ചാൽ കൊള്ളാൻ തോന്നും. ആ സൈസ് മണം ഉണ്ടാവും. വൈകിട്ട് ഇശാമഗ്‌രിബിനടിയിലൊക്കെ ഒന്ന് പോയി നോക്കുക, ചട്ടഞ്ചാലങ്ങാടിയിലൊക്കെ പോയാൽ ആ മിനലിൽ നിന്നൊക്കെ വരുന്ന മണം അല്ലേ? മിനലിന് അങ്ങനെ മണമില്ലേ? ഉണ്ടായിക്കോട്ടെ. ആ മണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്ന് കയറി ഒന്ന് കഴിച്ചാലെന്താ എന്ന് നമ്മൾ ചിന്തിച്ചു. എന്നതുപോലെ ഇവന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക, ഖബറിലാണ് മുന്നിൽ കൊണ്ടുവന്ന് നല്ല ഫുഡ്, തൊട്ടിപ്പുറത്ത് മോശപ്പെട്ട ഏറ്റവും ദുർഗന്ധമുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മോശപ്പെട്ട ഫുഡ് എടുത്തുകൊണ്ട്, മോശപ്പെട്ട മാംസം എടുത്തുകൊണ്ട് സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവനോട് തിന്നാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. കഴിക്കാത്തതാകുന്ന സഹോദരന്റെ വായ തുറന്നു പിടിച്ചുകൊണ്ട് വായിലേക്ക് നിർബന്ധിച്ചുകൊണ്ട് തീറ്റിക്കുകയാ. ഞങ്ങൾ ഖബറിൽ കണ്ട ശിക്ഷയാണിതെന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഉടനെ തന്നെ സഹാബാ, ഞാൻ ബഹുമാനപ്പെട്ട ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ കൂട്ടരെന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞ മറുപടി, ലഹും ഇംറാത്തുൻ ഹലാൽ വതറകൂഹുന്ന ഇലാ സാലിയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇവർക്കെല്ലാവർക്കും ഹലാലായ മാർഗത്തിലൂടെ വിവാഹം കഴിച്ചതായ ഭാര്യമാരുണ്ട് നബിയേ, വിവാഹം കഴിച്ചതാകുന്ന ഭർത്താക്കന്മാരുണ്ട് നബിയേ. എന്നിട്ട് ആ പാവപ്പെട്ട സ്ത്രീകളെ, ആ പാവപ്പെട്ട സഹോദരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മോശപ്പെട്ടതാകുന്ന സാനിയാക്കളിലേക്ക്, വ്യഭിചാരിണികളിലേക്ക് പോയവരാ. അവരിതാ ഖബറിലെത്തുമ്പോ അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. സുഭിക്ഷമാകുന്ന ആഹാരം ഒരു തട്ടിൽ കൊണ്ടുവന്ന് അവരുടെ കൺമുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ ആസ്വാദനമോ അതിന്റെ മണമോ അതിന്റെ രുചിയോ ആസ്വദിക്കാൻ സമ്മതിക്കുകയില്ല. തൊട്ടപ്പുറത്ത് ഒരു പ്ലേറ്റിൽ മോശപ്പെട്ടതാകുന്ന ദുർഗന്ധം വമിക്കുന്നതായ ഹറാമായ രീതിയിൽ അറുത്തതാകുന്ന മാംസം കൊണ്ടുവന്ന് അതവനെ കൊണ്ട് നിർബന്ധിക്കുകയാണ്. മാസങ്ങൾ പഴക്കമുള്ള മാംസമാണ്, അത് നിർബന്ധിക്കാൻ വേണ്ടി പറയുകയാണ്. കഴിക്കാതിരിക്കുന്നവന്റെ മായ തുറന്നു പിടിച്ചുകൊണ്ട് കഴിപ്പിക്കുകയാണ്. അവൻ ദുനിയാവിൽ സ്വന്തം ഭാര്യയെ മറന്നുകൊണ്ട് മറ്റു കാമുകിമാരുമായി ചാഞ്ചിക്ക് നടത്തിയവനാണ്, സംസാരിച്ചവനാണ്. 18 നിറകുടങ്ങളാകുന്ന സഹോദരിമാരെ, തൗബ ചെയ്യണേ. വള്ളത്തും കാലുള്ള പ്രിയപ്പെട്ട അമ്മ, തൗബ ചെയ്യണേ. ഹബീബായ നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലയോ സഹോദരാ, നീ പതിവ്രത കാത്തു സംരക്ഷിക്കണേ. എന്നാൽ നിന്റെ ഭാര്യ അവളും പതിവ്രത കാത്തു സംരക്ഷിക്കുന്നവളാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ പതിവ്രത കാത്ത് സംരക്ഷിച്ചാൽ മാത്രമേ നിന്റെ ഭാര്യ പതിവ്രത കാത്ത് സംരക്ഷിക്കുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ അന്യ പെണ്ണുമായി നല്ല ഫോൺ വിളിയില്ല, എന്നിട്ട് വീട്ടിൽ വരുമ്പോ ഉണ്ട് റാഹത്തായിട്ടിരിക്കണം. ആ പെണ്ണും പിള്ളേ അതേപോലെയാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആരുടെ വർത്താനാണ്? അല്ലാഹുവിന്റെ റസൂൽ. മഫ്ഹൂം മുഖാലഫ പഠിക്കണം നമ്മൾ. താജുദ്ദീൻ സുബിക്കി റഹിമഹുല്ലാഹ് ജംഉൽ ജമാമിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തായി പറഞ്ഞത്? ഉഫു തഉഫു നിസാഅക്കും, നിങ്ങൾ പതിവ്രത കാത്ത് സംരക്ഷിച്ചാൽ നിങ്ങളുടെ ഭാര്യയും പതിവ്രത കാത്ത് സംരക്ഷിക്കും. നിങ്ങൾ നാട്ടിലുള്ള മുഴുവൻ സിനിമയും കണ്ട് സീരിയലും കണ്ട് സണ്ണി ലിയോനെയും കണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ കറങ്ങി നടന്നിട്ട് അവസാനം വീട്ടിൽ വരിക, എന്നിട്ട് പെണ്ണുമ്പോൾ റാഹത്താകണമെന്ന് പറഞ്ഞാൽ നടക്കൂല. പെണ്ണുമ്പോൾ അപ്പോഴും എന്തുണ്ടാവും? അതുവരെ ഉള്ള പോൺസാറിനെയൊക്കെ കണ്ട് റാഹത്തായിട്ട് നല്ല നമസ്കാരമൊക്കെ നിർവഹിച്ച് നിന്നെ കാത്തിരിപ്പുണ്ട്. വിളിക്കേണ്ടവരെല്ലാം വിളിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അവക്കും അറിയാം ഡിലീറ്റ് ചെയ്യാനൊക്കെ എല്ലാം കേട്ടോ. അവക്കും അറിയാം ഈ സീക്രട്ട് കോഡും ഒക്കെ ഇട്ടുവെക്കാം. നീ മനസ്സിലാക്കി നിനക്ക് മാത്രമല്ലേ ഈ പാറ്റേൺ ഒക്കെ കൈയിട്ട് വരയ്ക്കും. അവളും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്നേക്കാൾ വലിയ പിഴക്കുന്നുള്ളതും നിന്റെ ഭാര്യ ഹബീബ് റസൂലുള്ളാഹി.
അതുകൊണ്ട് നീ സൂക്ഷിക്കുന്ന നിന്റെ പതിവ്രതത്തെ, എന്നാൽ നിന്റെ ഭാര്യ അവളുടെ പതിവ്രതത്തെ കാത്തു സംരക്ഷിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെറുപ്പക്കാർക്ക് ഒരു ധാരണ, വിവാഹപ്രായം എടുത്തുമ്പോൾ പള്ളി വരിക, ഭയങ്കര നിസ്കാരം, വെള്ളത്തുംകാലം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, ഇത്തിക്കാഫിന് നിയ്യത്ത് വെച്ചിരിക്കാൻ, ബിഹാദൽ മസ്ജിദ് ഇല്ലായിട്ടാലും പഠിച്ചവൻ ഇവിടെ ഇരിക്കുക. എന്താ കാര്യം? എങ്ങനെയെങ്കിലും ഒന്ന് പെണ്ണ് കെട്ടി റാഹത്തായിട്ട് വരണം, അതിന് പള്ളിയിലെ മൂല്യാര സർട്ടിഫിക്കറ്റ് കിട്ടണം, ഉസ്താദ് പറയണം ആള് കുഴപ്പമില്ല എന്ന് പറയണം, അതിന് എപ്പോഴും പള്ളിയിൽ തന്നെ. നിസ്കാരം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെ പള്ളിയിലോട്ട് കാണലേ ഇല്ല. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു. പിന്നെ അവന് തോന്നിയതുപോലെ ഇങ്ങനെ നടക്കുക, നിസ്കാരമില്ല, നോമ്പുമില്ല, ഇങ്ങനെ പാട്ട് വിട്ട്, സിനിമാ പാട്ട് വിട്ട്. അവരുടെ ഫോണിലൊക്കെ ആണെങ്കിൽ അശ്ലീലത നിറഞ്ഞിരിക്കണം. അപ്പോ ഇന്നത്തെ ചെറുപ്പക്കാരുടെയൊക്കെ ഫോണൊക്കെ എടുത്ത് വാപ്പൊന്ന് സെർച്ച് ചെയ്യണം. ബോധം പോവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ഉള്ള ബോധം തിരിച്ചു കിട്ടാൻ 150 വട്ടം കുൽവല്ല ഓതി മന്ത്രിച്ചാലും ഉണ്ടാവില്ല, അതുപോലെ ബോധം പോകും. ആ സൈറ്റൊക്കെയാണ് ഫോണിൽ കിടക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ മക്കളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി പറയാം. വലിയ ഫോൺ വാങ്ങിച്ച് മാതാപിതാക്കളും കൂടെ കയ്യിലോട്ട് കൊടുക്കും. മക്കളെന്തിനാ ഈ അനാവശ്യ ലോക്കുകളിട്ട് വെച്ചിരിക്കുന്ന? വാപ്പ ഒരിക്കരുത് തുറക്കരുത് എന്നുള്ള നിയ്യത്തിലാണ്. അല്ലാതെ ഈ ലോക്കിട്ട് വെച്ചിരിക്കുന്നത്. ഇനി വാപ്പാക്ക് ആ ലോക്ക് തുറന്നു കൊടുത്താൽ പോലും ആ ഫയൽ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഹൈഡ് ചെയ്യാൻ പറ്റും അതൊക്കെ മക്കൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. വാപ്പ എത്ര നോക്കിയാലും കാണൂല നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ആ സൈസ് കുട്ടികളാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. കാലഘട്ടം ഇവിടെയാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ നന്നാവുക, നമ്മുടെ മക്കൾ റെഡിയാവും. നമ്മൾ പതിവ്രത കാത്ത് സംരക്ഷിച്ചാൽ നമ്മുടെ ഭാര്യ റെഡിയാകും, മക്കളും റെഡിയാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ കുറെ സംരക്ഷിക്കാനുണ്ട്. നമ്മൾ പറച്ചില്ല മാത്രമല്ല, പക്ഷെ പുറമേയില്ല എന്നുള്ള തെളിവെന്താ? ഈ വാത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ലൊരു സിനിമ കാണുകയാണെങ്കിൽ അപ്പോഴും ഇരിക്കും 1 മണിക്കൂർ. മോളെ ജ്യൂസ് കൊണ്ടുപോവാ, കുറച്ചേരം അങ്ങനെ. കാരണം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പതിവ്രത നമ്മൾ എത്രത്തോളം കാത്ത് സംരക്ഷിക്കുന്നുള്ളതിനെ തെളിവാണ്. വീട്ടിലെത്തി സീരിയൽ കഴിഞ്ഞിട്ടില്ല, എന്നാ പിന്നെ ആ സീരിയലൂടെ കണ്ടിട്ട് ഈത്തിക്കാഫിന് നിയ്യത്ത് വെച്ച് ഉറങ്ങാം. അതാണ് പിന്നെ പെണ്ണുങ്ങളുടെ ചിന്ത. അപ്പൊ നന്നാവലില്ല. വാത് കഴിഞ്ഞ് 30 ദിവസവും ഇനിയിപ്പോൾ അടുത്ത കൊല്ലമാണ് ഇവിടെ ഒരു വാദം ഉണ്ടാവുക. എങ്ങനെ നമ്മൾ നന്നാവും? നമ്മുടെ ജീവിതം എങ്ങനെ നന്നാകാൻ? നമ്മളിപ്പോഴും സീരിയലിന്റെ ലോകത്തും സിനിമയുടെ ലോകത്തും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലാ തസിനൂ ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇകും മിൻ നജ്വാഫികും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഉറപ്പെടുത്തുകയാണ്, വ്യഭിചരിക്കരുത്. നിങ്ങൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇകും മിൻ നജ്വാഫികും. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോടുള്ള നിന്റെ മനസ്സിന്റെ രതി സുഖമില്ലയോ, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ആത്മനിർവൃതിയെ അല്ലാഹു എടുത്തു കളയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് അന്യ പെണ്ണിന്റെ ചിത്രം കണ്ട് മോഹിച്ചാലും അങ്ങനെ തന്നെയാണ്. ഈ നല്ല സിനിമയൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ കണ്ട് വീട്ടിൽ ചെന്ന ശാരീരിക ബന്ധത്തിൽ ഭാര്യയുമായി ഏർപ്പെടുമ്പോൾ അതിന്റെ ആസ്വാദ്യത കാണൂല. അത് അല്ലാഹു എടുത്തു കളയും. മുമ്പ് നല്ല ആസ്വാദ്യത ഉണ്ടായിരുന്നു, ഇപ്പൊ ആസ്വാദത വരുന്നില്ല. എന്താ കാരണം? നിന്റെ സിനിമയും നിന്റെ കാണലും ഒക്കെ ആ കോലത്തിൽ പോയി. നിന്റെ ശരീരത്തിന്റെ താല്പര്യമൊക്കെ അവരിലേക്കായി പോയി. അതുകൊണ്ട് ഇത് പെണ്ണുങ്ങൾക്ക് ഇതേപോലെ തന്നെ. അന്യപുരുഷന്മാരെ കണ്ടു, അവരുമായിട്ട് വലിയ താല്പര്യമൊക്കെയാണ് മനസ്സുകൊണ്ട്. അതുപോലെ ഫോൺ വിളി, അവരുമായിട്ട് കുറെ നേരം സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമെങ്കിൽ പിന്നെ കാക്കായുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ആസ്വാദം ഉണ്ടാവൂല. സയ്യിദുനാ റസൂലുള്ളാഹി ഒക്കെ പഠിക്കേണ്ട പാടാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വ്യഭിചാരം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല. കണ്ണിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ശരീരത്തിന്റെ കൈകാലുകൾക്ക് വ്യഭിചാരമുണ്ട്. എല്ലാ അവയവങ്ങളും ശ്രദ്ധിക്കണം. قال رسول الله صلى الله عليه وسلم العينان تزنيان فزناهما النظر واليدان تزنيان فزناهما البطش والرجلان تزنيان فزناهما الممشى. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഉറപ്പെടുത്തുകയാണ്, 2 കണ്ണുകൾക്ക് വിചാരമുണ്ട് സഹാബ. കണ്ണുകൊണ്ട് ഹറാം നോക്കലാണ്, ഹറാം കാണലാണ്. 2 കൈകൾക്ക് വിചാരമുണ്ട് സഹാബ. 2 കൈകൾ കൊണ്ട് ഹറാമിലേക്ക് പിടിക്കലാണ്. 2 കാലുകൾക്ക് വിചാരമുണ്ട് സഹാബ. ഹറാമായ സ്ഥലത്തേക്ക്
കാലുമായി നടക്കലാ കാര്യത്തിൽ വിചാരമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖബറിൽ ഞാനൊരു കൂട്ടരെ കാണുകയാ. ആ കൂട്ടരതാ മോശപ്പെട്ട മാംസം തിന്നാൻ വിധിക്കപ്പെട്ടവരാണ്. ആരാണിവർ എന്ന് ചോദിച്ചപ്പോ ലഹും ഇംറത്തുൻ ഹലാൽ വഖറജു താരിഖിഹിന്ന ഇലാ സാനിയാ. സ്വന്തമായി ഭാര്യമുണ്ടായിട്ട് സാലിഹത്തുകളാകുന്ന പതിവ്രതകളാകുന്ന ഭാര്യമാരുണ്ടായിട്ട് സ്വന്തം ഭർത്താവിനെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു മൂടുന്ന പാപിരത്തുകളാകുന്ന ഭാര്യമാരുണ്ടായിട്ട് കാമുകിമാരെ തേടിപ്പോകുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടോ, സഹോദരങ്ങളുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവരെ ഇതാ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. മോശപ്പെട്ട ദുർഗന്ധം വമിക്കുന്ന മാംസം അവരുടെ തൊള്ളയിലേക്ക് നിർബന്ധപൂർവ്വം മലക്കുകൾ വെച്ചു കൊടുക്കുകയാണ്, അവരെ കൊണ്ട് വിഴുങ്ങിക്കുകയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അടുത്ത അത്ഭുതം, ഈ അത്ഭുതം കൂടെ പറഞ്ഞിട്ട് നിർത്തണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅയ്തു ഖൗമാ തുറല്ലഹു റൂസഹും ബിസ്സഖരി കുല്ലമാ റുളിഖത് ആദത് ഇലാ മാ കാനത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു കൂട്ടം ആളുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബ, അവരെ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയെന്നറിയുമോ? പാറക്കല്ലെടുത്തുകൊണ്ട് തലയതാ സ്വന്തം കൈകൊണ്ട് ഇടിച്ച് പൊട്ടിക്കുകയാണ്, സ്വന്തം കൈകൊണ്ട് തലയിടിച്ച് പൊട്ടിക്കുകയാണ്. അവരുടെ തല പൊട്ടി രക്തം ചീന്തി വാർന്നൊലിച്ച് അവർ മരണത്തോട് മല്ലടിക്കുകയാണ്. ഖബറിൽ ഒരു പ്രാവശ്യം ദുനിയാവിൽ വെച്ച് അല്ലാഹു മരിപ്പിച്ചതാണ്. ഖബറിൽ അതാ വീണ്ടും പുനർജീവിപ്പിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് പാറക്കല്ല് നൽകുകയാണ്. ആ പാറക്കല്ല് കൊണ്ട് തലയിൽ ഇടിക്കുകയാണ്. തല പൊട്ടിച്ചതരുകയാണ്, തലച്ചോറ് പുറത്തേക്ക് വരുകയാണ്, രക്തം ചീന്തുകയാണ്. മരണത്തോട് മല്ലടിക്കുകയാണ്, മരിച്ചു വീഴുകയാണ്. തല പൊട്ടിച്ചു തരുമ്പോ വീണ്ടും അവരുടെ ശരീരത്തിലേക്ക് അല്ലാഹു ആത്മാവിനെ നൽകുകയാണ്. വീണ്ടും അവർ പാറക്കല്ലെടുക്കുകയാണ്, വീണ്ടും തല പൊട്ടിക്കുകയാ, വീണ്ടും തലച്ചോറ് പുറത്തു വരുന്ന രീതിയിൽ ഇടിക്കുകയാണ്. ആരാണ് ജിബ്രീലേ ഈ കൂട്ടരെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ അല്ലദീന തതസാഖലൂന റൂസുഹും അനിസ്സലാ നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ പാങ്കുലികൾ കർമ്മപുടത്തിലേക്ക് അലയൊലി കൊണ്ടിട്ട് പോലും അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരാതെ നമസ്കരിക്കാതെ കറങ്ങി നടക്കുന്നതായ ആളുകളില്ലയോ? അല്ലദീന തതഫാഖലൂന റൂസുഹും അനിസ്സലാ. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിനെ തൊട്ട് തലഭാരമാക്കിയ ആളുകളില്ലയോ? നമസ്കരിക്കാത്തതാകുന്ന സമൂഹമേ, ഖബറിൽ നിനക്ക് നൽകുന്ന ശിക്ഷയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമസ്കരിക്കാതെ ദുനിയാവിൽ അടിച്ചു പൊളിക്കുന്നവൻ അല്ലദീന തതസാഖലൂന റൂസുഹും അനിസ്സലാ. നമസ്കാരത്തെ ഭാരമായി കണ്ടവർ. നഊദു ബില്ലാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമസ്കാരം ശ്രദ്ധിക്കണം.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് സലാസുൻ ലാ തുഖബലു മിൻഹും സ്വലാത്ത. മൂന്ന് കൂട്ടരിൽ നിന്ന് നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കില്ല. സയ്യിദുനാ റസൂലുള്ളാഹി മൂന്ന് കൂട്ടരിൽ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കില്ല. അതിലൊന്ന് അതാണ് നമ്മുടെ വിഷയമായിട്ട് ബന്ധം. الذين يأتون إلى الصلاة إلى وقت آخر يأتي الصلاة إدبارا أي يأتيها بعد وقتها. നമസ്കാരത്തെ അതിന്റെ സമയത്തിന് ശേഷം കൊണ്ടുവരുന്നതായ സഹോദര, നമസ്കാരത്തെ അതിന്റെ സമയം കഴിഞ്ഞു കൊണ്ടുവരുന്ന സഹോദരി. എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട് സുബഹി നമസ്കാരത്തെ ളുഹറിന്റെ മുമ്പ് കൊണ്ടുവന്ന് ഖുനൂത്ത് നിൽക്കുന്നവരില്ലയോ? രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തുന്നതായ ആളുകളില്ലയോ? ഖുനൂത്ത് എപ്പോഴാ? ളുഹറിന് തൊട്ട് മുമ്പ് സുബഹിക്കരിക്കുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരാരാണ്? നമസ്കാരത്തെ എപ്പോഴും പിന്തിപ്പിക്കുന്നവരാണ്. ളുഹറിനെ അസറിലേക്ക് പിന്തിപ്പിക്കുന്നവരെ, അസറിനെ മഗ്രിബിലേക്ക് പിന്തിപ്പിക്കുന്നവരെ. കച്ചവടം ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, ജോലി ചെയ്യുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, പന്ത് കളിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, കാരംസ് കളിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, സിനിമ കാണുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. രോഹിത് ശർമ്മയുടെ ക്രിക്കറ്റ് കളി കൊണ്ടുകൊണ്ട് നമസ്കാരത്തെ പാഴാക്കുന്നവരില്ലയോ? അവൻ 200 അടിച്ചാലും പൊന്നുമോനെ നിനക്ക് ശിക്ഷയാണ്. ഹബീബായ നബി തങ്ങളാണ് പറയുന്നത്, അല്ലദീന തതഫാഖറൂന റൂസുഹും അനിസ്സലാ. നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരെ, ശ്രീലങ്കയുമായി ഇന്ത്യയുടെ കളി കണ്ടുകൊണ്ട് നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരെ, സീരിയൽ കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഉമ്മ, നിന്റെ ഇതാ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ നിന്റെ കൈകളിലേക്ക് ഇതാ ഒരു കല്ലിനെ അല്ലാഹു നൽകുകയാണ്. ആ കല്ല് കൊണ്ട് നിന്നെ തലക്കടിക്കുകയാണ്, നിന്നെ തലച്ചോറ് പൊട്ടി പുറത്തു വരുകയാണ്. അല്ലാഹുവേ വീണ്ടും ആത്മാവിനെ നൽകുകയാണ്, വീണ്ടും പാറക്കല്ലെടുക്കുകയാണ്, വീണ്ടും തലയിലിരിക്കുകയാണ്, തലച്ചോറ് പൊട്ടി പുറത്തു വരുകയാണ്. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള ശിക്ഷ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭയങ്കര ശിക്ഷ. ഖബറി ചെല്ലുമ്പോൾ അവിടെ ചുമ്മാ കിടക്കാന്നായിരിക്കും കരുതുന്നത്. വെറുതെ നിൽക്കാൻ പറ്റൂല, കുറെ പണിയുണ്ട് അവിടെ. നല്ലവരാണെങ്കിലും ഉണ്ട് അവിടെ, കൃഷി പരിപാടി, കുറെ പരിപാടികളുണ്ട്. അവര് വെറുതെ അവർക്ക് ഇഷ്ടപ്പെട്ട ഇത് നിർബന്ധിക്കുക. വിചാരികളെ കൊണ്ടോ മോശപ്പെട്ട മാംസം തിന്നിക്കുക. കാരണം നീ ദുന്യാവിൽ കുറെ മാംസം തേടിയിട്ട് ബാംഗ്ലൂരൊക്കെ പോയതല്ലേ, എന്നാ പിടിച്ചോ നല്ല മാംസം കഴിക്കുക, ശരിക്കും കഴിക്കുക.